മന്ത്രിസഭാ രൂപീകരണത്തിൽ തീരുമാനമാകാതെ UDF നേതൃയോഗം പിരിഞ്ഞു. നാളെ തുടർ ചർച്ച നടത്തുമെന്ന UDF കൺവീനർ അടൂർ പ്രകാശ് 5 മന്ത്രിസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. PJ ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രി പദവികൾ നൽകാനാകില്ലെന്ന കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള അടി തീർന്നില്ല. തൊട്ടു പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിലും UDF-ൽ തർക്കം തുടങ്ങി. മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള UDF യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. നാളെ തുടർ ചർച്ച നടത്തുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ആ തയ്യാറെടുപ്പുകൾ നടക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം UDF-ൻ്റെ വിവിധ നേതാക്കന്മാരും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നാളെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നതാണ്. നാളെ ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ UDF-ൻ്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം ആ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രാഥമിക ചർച്ച മാത്രമാണ് നടന്നതെന്നും ഉടൻ തീരുമാനമാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. അപ്പോൾ ഇന്ന് ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നും ഇല്ല. അതൊക്കെ എല്ലാ കാര്യങ്ങളും നാളെ വീണ്ടും തുടർച്ചയായി ചർച്ച ചെയ്തതിന് ശേഷമേ ഉള്ളൂ. നിങ്ങൾ എന്താ സംഭവിച്ചതെന്നുള്ളത് പിന്നെ ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്നുള്ളവർക്ക് ആ ഷെഡ്യൂൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഡിസ്കഷൻ കണ്ടിന്യൂ. അതാ പറഞ്ഞത്, ഇന്ന് പിന്നെ ഞങ്ങളൊന്ന് കൂടി പിരിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ചർച്ച നാളെ തുടരും. 5 മന്ത്രിമാർ കിട്ടണമെന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നോട്ടില്ല. മുൻകാലത്ത് കൈകാര്യം ചെയ്ത വ്യവസായം, വിദ്യാഭ്യാസം, തദ്ദേശം, ന്യൂനപക്ഷം, പൊതുമരാമത്ത് വകുപ്പുകൾ തന്നെ വേണമെന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ്. 2 മന്ത്രിസ്ഥാനങ്ങൾ PJ ജോസഫ് വിഭാഗവും ആവശ്യപ്പെടുന്നു. ഒന്നിലൊതുങ്ങിയാൽ പൊതുമരാമത്ത് വകുപ്പ് തന്നെ വേണമെന്നാണ് PJ ജോസഫ് വിഭാഗത്തിന്റെ ശാഠ്യം. ഇതിനിടയിൽ കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയെന്ന ചർച്ചകളും വിവിധ തലങ്ങളിൽ തുടരുന്നു. സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവർ ഏകദേശം പദവി ഉറപ്പിച്ചു കഴിഞ്ഞു. ഷാനിമോൾ ഉസ്മാൻ, M വിൻസെന്റ്, N ശക്തൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, M ലിജു, VT ബൽറാം, T സിദ്ദിഖ്, K ജയന്ത്, K പ്രവീൺകുമാർ തുടങ്ങിയവർ പരിഗണനാ പട്ടികയിലുണ്ട്. എന്നാൽ ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യവും സമുദായ സമവാക്യവും പരിഗണിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.